നമ്മുടെ നാട്ടിലെ വിധേയികൾ 4 കൂട്ടരാണ്. നമ്മുടെ നാട്ടിലെ വിധേയികൾ 4 കൂട്ടരാണ്. ഉസൂലുൽ ഫിറഖ ഇൻദന അർബഅ. അറബിയിൽ പറയാ. ഞാൻ ചെറിയൊരു റിസാല എഴുതുന്നുണ്ട്. റിസാലത്തുൻ ഇലാ അഹ്ലി കേരള. കേരളക്കാർക്കുള്ള റിസാല. അത് ഉസൂൽ സുന്നത്തി ഇൻദനയുണ്ട്, ഉസൂലുൽ ഫിറഖിന്. ഉസൂലുൽ ഫിറഖിൽ ഞാൻ എഴുതിയ 4 ടീം. അവർ 4 പേരും വിധേയികളാണ്. അവരിലേക്ക് ചേർത്തി പറയുന്നവർ നരകത്തിലേക്കുള്ള വഴി സ്വീകരിച്ചവരാണ്. അവരുടെ ദായിമാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ്. 4 പേർ വിധേയികളാണ്. അവരെ കൂടെ കൂടാൻ പാടില്ല. അവർ ലാലുകളാണ്. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഇഖ്വാൻ മുസ്ലിമൂൻ. വിധേയികളാണ്, ലാലുകളാണ്. അവരുടെ ദായിമാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അവരെ കൂടെ കൂടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. അവരുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. സാധാരണക്കാരുടെ പറയുന്നത്. രണ്ടാമത്തേത് മർക്കസു ദഅവ. അവർ വിധേയികളാണ്, ലാലുകളാണ്. അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാരാണ്, അഖിലാനികളാണ് അവർ. മൂന്നാമത്തേത് തബ്ലീഗുകാർ, ജമാഅത്ത് തബ്ലീഗ്. അവർ വിധേയികളാണ്, ലാലുകളാണ്. അവരും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ്. നാലാമത്തേത് സമസ്തക്കാർ, APK സമസ്ത, കുബൂരികൾ. അവർ ശിർക്കിന്റെ കാര്യങ്ങളാണ്, മുശ്രിക്കുകളാണ്. ഈ 4 കൂട്ടരാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വിധേയികൾ. ഈ 4 കൂട്ടർക്കെതിരെയുള്ള സംസാരവും ദാവത്തുമാണ് നമ്മൾ നടത്തേണ്ട ബിദഅത്തിനെതിരെയുള്ള സംസാരം. ഈ 4 കൂട്ടർ ആയിരക്കണക്കിന് അനുയായികളുള്ള 4 പ്രസ്ഥാനങ്ങളാണ്, 4 വ്യക്തികളല്ല. ഇവർക്ക് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുണ്ട്. ദാവത്ത് ചെയ്യാൻ അനുയായികളുണ്ട്. അവർക്ക് പ്രബോധന പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് അവർ അവരുടെ ലലാലത്തിലേക്ക് ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 കൂട്ടർക്കെതിരെയുള്ള സംസാരമാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ സംസാരം. ആദ്യത്തെ